വന്ധ്യത എന്നാൽ എന്താണ് ശരിക്കും? ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ താമസിക്കുകയും കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ അവരെ നിരന്തരമായിട്ട് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ സാധാരണയായിട്ട് വന്ധ്യത എന്ന് പറയുന്നത്. ആ കപ്പിൾസ് വന്ധ്യത അനുഭവിക്കുന്ന നമ്മൾ സാധാരണയായിട്ട് ചികിത്സയ്ക്ക് പോകുന്നതും നമ്മൾ അവരെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറയുന്നതും ആ സമയത്താണ്. യൂഷ്വലി നമ്മൾ സാധാരണ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യും. വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? വന്ധ്യത പ്രധാനമായിട്ടും നമ്മളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഭർത്താവിൻ്റെ പ്രോബ്ലം, പുരുഷന്മാരുടെ പ്രശ്നം. രണ്ട് സ്ത്രീകളുടെ പ്രശ്നം. മൂന്നാമത് കമ്പൈൻഡ് പ്രോബ്ലം. ഇപ്പോൾ സാധാരണയായിട്ട് പുരുഷന്മാർക്ക് പുരുഷ ബീജാണുക്കളുടെ നമ്പർ, ചലനശക്തി ഇവ കുറയുക, അവർക്ക് സാധാരണ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് കാരണമാകും. ചില കേസുകളിൽ ബീജാണുക്കൾ പൂർണ്ണമായിട്ടും ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് നമ്മൾ ഏസൂസ്പേമിയ എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ തന്നെ സെമൻ്റെ അകത്ത് സ്പേംസ് ഒന്നും ഉണ്ടാവുകയില്ല. സ്ത്രീകളുടെ സംഗതി എടുത്തു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ താമസിച്ചുള്ള കല്യാണം, അതായത് ലേറ്റ് മാരേജ് ഒരു മെയിൻ റീസണായിട്ട് ഇപ്പോൾ വരാറുണ്ട്. അപ്പോൾ ലേറ്റ് മാരേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് യൂട്രസിനും ഓവറിക്കും ഉണ്ടാകും. യൂട്രസിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളായിട്ടുള്ള ഫൈബ്രോയിഡ് യൂട്രസ്, എൻഡോമെട്രിയോസിസ്, ഇതേപോലുള്ള കാര്യങ്ങൾ പ്രായം കൂടുമ്പോൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അടുത്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടോൽപാദനത്തിനുള്ള സാധ്യതക്കുറവ്, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു മേജർ പ്രോബ്ലം ഇപ്പോൾ സാധാരണ നമ്മുടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഒബിസിറ്റി, കൂടാതെ സെഡൻറ്ററി ആയിട്ടുള്ള ജീവിത രീതി, പിന്നെ അതായത് മോഡേൺ ലൈഫിനുണ്ടാകുന്ന പ്രത്യേകതകൾ കൊണ്ടാണ് ഈ ഓവുലേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ചികിത്സയ്ക്ക് എളുപ്പം പുരുഷ വന്ധ്യതയാണോ അതോ സ്ത്രീ വന്ധ്യതയാണോ? പുരുഷ വന്ധ്യതയിൽ വെരിക്കോസിൽ മാത്രമേ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള അണുക്കളുടെ കുറവൊക്കെ ഒരു ലെവൽ വരെ മാത്രമേ നമുക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ.